പാപ്പാ ഇസ്ഫഇലനാ ഇലാ റബ്ബിക്, ഞങ്ങളെ കാര്യങ്ങൾ കണ്ടില്ലേ, വളരെ വിഷമത്തിലാണ്. നിങ്ങൾ പടച്ചോനോട് ഞങ്ങളെ കാര്യം ഒന്ന് പറയും. മക്കളെ, നിങ്ങളെ ചോദിക്കുന്നത് വലിയൊരു പ്രധാനമുള്ള കാര്യമാണ്. ഈ കാര്യം ചോദിക്കാൻ നിന്നേക്കാൾ യോഗ്യൻ മഹാനായ നൂഹ് അലൈഹിസ്സലാമാണ്. ഇദ്ഹബൂ ഇലാ നൂഹിൻ അലൈഹിസ്സലാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാ. ഞാൻ അതിൽ ലൈഫ് പറഞ്ഞുകൊണ്ട് ചാടി കളിച്ചണ്ട. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണും. നിങ്ങൾ നൂഹ് നബിനെ പോയിക്കോ അവിടുന്ന് പറഞ്ഞോ. സത്യത്തിൽ ആദം നബി മുജാഹിദാണെങ്കിൽ എന്താ പറയേണ്ടത്? ചെങ്ങായിമാരെ, ദുന്യാവ് നിങ്ങൾ ശിർക്ക് ചെയ്യണ്ട, നിങ്ങളോട് എത്ര പ്രവാചകന്മാര് വന്ന് പറഞ്ഞു. ഇനിയിപ്പൊ ഇവിടുന്ന് അപ്പൊ നീ ശിർക്ക് ചെയ്യാൻ ഒരുങ്ങണ് പാത്തൊരുത്തി കുത്തുന്നോളി, അള്ളഹാനോട് നേരാട് പറയും. ഇതല്ലേ പറയേണ്ടത്? ആദം നബി എന്താ ചെയ്യുന്നത്? മക്കളെ, ഇത് ചോദിക്കാൻ നല്ലത് നൂഹ് നബിയാ. മൂപ്പർ എന്നേക്കാളും കുറച്ചും കൂടി യോഗ്യനാ. മൂപ്പരോട് പറഞ്ഞ ആ കാര്യം വേഗം ശരിയാവും. എല്ലാരും നൂഹ് നബിന്റെ അടുത്തേക്ക്. അപ്പതാ പാടില്ലാന്നോലും വെച്ചാലേ ഇജെവിടുന്ന ഞാനിപ്പോ ഇതിലാണ് കൂടിയാ. ഞാൻ പിന്നെ മുമ്പൊക്കെ എന്റെ പരിപാടി ഇങ്ങനെ തന്നെ, ഉറുക്ക് എഴുതാൻ പാടില്ല, ഐക്കല്ല് കെട്ടാൻ പാടില്ല, അറിയും സ്വകാര്യത്തിൽ കെട്ടും ചെയ്യും. അങ്ങനെ ഒരു പരിപാടിക്കാരനാ. പോയിക്കവിടുന്ന് പറയും. ഇതാ പോണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ. നൂഹ് നബി പറയുന്നു, ഇദ്ഹബൂ ഇലാ ഇബ്രാഹീം. സങ്കടം ഇബ്രാഹിം നബിയോട് പറയൂ, എന്നേക്കാൾ യോഗ്യൻ മൂപ്പരാണ്. ഈ നബിമാരൊക്കെ എങ്ങനെ വിടുന്നത്? തെറ്റാണ്, ശിർക്കാണ്. മഅ്സറേലി വതഖത്താത് ബിഹിമുൽ അസ്ബാബ്. എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞ സ്ഥല. ഇനിയിപ്പോ അതിനുണ്ടാക്കിയിട്ട് ഞയിച്ച് ശിർക്ക് ചെയ്ത് കണ്ട് ഇവിടുന്നും കച്ചറ ഉണ്ടാക്കുക, പാത്തൊത്തി കുത്തിരിക്കടാന്നല്ലേ പറയേണ്ടത്? നൂഹ് നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബിനെ കൊള്ള വിടുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അറിയ, മക്കളെ, ഇത് ചോദിക്കാൻ എന്നെക്കാളും യോഗ്യൻ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ. മൂസ അലൈഹി ഇസ്ലാം പറയുന്നു, ഈസാ നബിനോട് പറ. എല്ലാവരും ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊള്ള ചെല്ലുന്നു. ഈസാ നബി പറയുന്നു, ഇതെല്ലാം ചോദിക്കാനും പറയാനും ഏറ്റവും യോഗ്യൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എല്ലാവരും റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ സമീപിക്കുന്നു. റസൂല് പറയുന്നേ, അനലഹാ അനലഹാ അനലഹാ, ആ ശഫാഅത്തിൽ ഞാൻ അർഹനാണ്, അർഹനാണ്, അർഹനാണ്. ഖാല റസൂലുള്ളാഹി, ആ ശഫാഅത്തിൽ സാധുക്കളായ ഞങ്ങളെ ചേർക്കണം. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇൻവായ സയ്യിദി ഖൈറൻ നബി. ഇതാ ഇവിടുത്തെ സുന്നി പറയുന്നത്, ഞങ്ങളെയും അതിൽ ചേർക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ 10 കൊല്ലത്തെ ഖാദിമാണ് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യശ്ഫഅലി യൗമൽ ഖിയാമ. ഞാൻ മഹാനായ റസൂലുള്ളാഹി തങ്ങളോട് അപേക്ഷിച്ചു, തങ്ങളോട് ഞാൻ ചോദിച്ചു, എന്ത്? അയ്യശ്ഫഅലി യൗമൽ ഖിയാമ, നബിയേ, ഖിയാമത്ത് നാളിൽ അങ്ങോട്ട് എനിക്ക് ശഫാഅത്ത് ചെയ്യണമെന്ന് ഞാൻ നബിയോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഗദൻ ഇൻഷാ അല്ലാഹ്. ഖാല റസൂലുള്ളാഹി, നാളെ മഹ്ശറയിൽ അനസേ, നിനക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യാം. ആ അനസിന്റെ പിൻഗാമികളായ സുന്നികൾ പറയുന്നു, അശ്ശഫാഅത ഹബ്ലനാ